കുറേ നാളായില്ലേ റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോശ, ഒരു ഹെൽത്തി ദോശ. വേറൊന്നുമല്ല, ബീറ്റ്റൂട്ടും സവാളയും ക്യാരറ്റും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ അതിനകത്തിലേക്ക് ലേശം ഗരം മസാലയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ വെള്ളം വെച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമ്മുടെ മാവിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ദോശ ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഡോക്ടർ പറയുന്നത്, പണ്ട് കാലത്ത് ഈ തമിഴ്നാട് സൈഡിലൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഉഴുന്നും അതുപോലെ പോളിഷ്ഡ് അല്ലാത്ത റൈസ്, അതായത് വൈറ്റ് റൈസ് അല്ലാത്ത റൈസും ഉപയോഗിച്ചിട്ടായിരുന്നു ഇതുപോലെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.